എല്ലാ സുഹൃത്തുക്കൾക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് ലാൻഡ് ലോർഡ്. ദുനിയ വിജയ്, രജിത റാം, രാജേഷ് പി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജഡേഷ് കുമാർ ഹംപി സംവിധാനം ചെയ്തൊരു സോഷ്യൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ലാൻഡ് ലോർഡ്സ്. അനീതിക്കെതിരെ ഗ്രാമവാസികൾക്കിടയിൽ നിന്നും പ്രതികരിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മെയ്ഡ് ഇൻ കൊറിയ. രാ കാർത്തിക് സംവിധാനം ചെയ്ത് പ്രിയങ്ക മോഹൻ പ്രധാന വേഷത്തിലെത്തിയൊരു റൊമാൻറ്റിക് അഡ്വഞ്ചർ ഡ്രാമ ഫിലിമാണ് മെയ്ഡ് ഇൻ കൊറിയ. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വളർന്ന ഷൺബ എന്ന പെൺകുട്ടി തന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹപ്രകാരം ദക്ഷിണ കൊറിയയിലെത്തുന്നതും അവൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് കഥയുടെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴിന് പുറമെ തെലുങ്കു, മലയാളം, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും മാർച്ച് 12 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് മസ്തിഷ്ക മരണം. രജിഷ വിജയൻ, നിരഞ്ജ് മണിയമ്പിളരാജു, ജഗദീഷ്, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിഷാന്ത് സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ കോമഡി ഫിലിമാണ് മസ്തിഷ്ക മരണം. സോണി ലീവ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് കെനാത്ത കനോം. യോഗി ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുരേഷ് സംഗയ്യ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് കെനാത്ത കനോം. ഗ്രാമത്തിലെ ഒരു ക്ഷേത്ര പൂജാരിയായാണ് യോഗി ബാബു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, അമീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ചിത്രമാണ് പ്രകമ്പനം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം റിലീസ് ഉണ്ടാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് ഖജുരാഹോ. 2025 ഡിസംബർ 5 റിലീസ് ചെയ്തൊരു അഡ്വഞ്ചർ മൂവിയാണ് ഖജുരാഹോ. സേതുവിന്റെ തിരക്കഥയിൽ മനോജ് വാസു സംവിധാനം ചെയ്ത മൂവിയാണ് ഖജുരാഹോ. ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവരിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൈന പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ഭർത്ത മഹാസായുലഗു വിജ്ഞാപ്തി. രവി തേജയെ കേന്ദ്ര കഥാപാത്രമാക്കി കിഷോർ തിരുമല സംവിധാനം ചെയ്തൊരു കോമഡി എന്റർടൈൻമെന്റ് ആണ് ഭർത്ത മഹാസായുലഗു വിജ്ഞാപ്തി. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 13 മുതൽ തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ഹണി. നവീൻ ചന്ദ്ര, ദിവ്യപിള്ള, രാജ രവീന്ദ്ര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കരുണകുമാർ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹണി. തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസ്, സൺ നെക്സ്റ്റ് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിന്റെ രചനയിൽ ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു ലൈവ് ആക്ഷൻ സീരീസായ വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2-ൽ ആരാധകരേറെ കാത്തിരിക്കുന്ന കഥാപാത്രമായ ചോപ്പർ ഈ സീസണിൽ എത്തുന്നുണ്ട്. മാർച്ച് 10 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആനിമേഷൻ മൂവിയാണ് സൂട്ടോപ്പിയ 2. ബൈറോൺ ഹോവാർഡ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ഫിലിമാണ് സൂട്ടോപ്പിയ 2. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത മൂവിയാണ് വിലായത്ത് ബുദ്ധ. ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമായ വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിരാജിനെ കൂടാതെ ഷെമ്മി തിലകൻ പ്രധാന വേഷത്തിലെത്തുന്നു. വളരെയധികം പ്രശംസ നേടിയ പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജിന്റെയും ഷെമ്മി തിലകന്റെയും. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ദ താജ് സ്റ്റോറി. പരേഷ് റാവൽ പ്രധാന വേഷത്തിലെത്തിയൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണ് ദ താജ് സ്റ്റോറി. താജ്മഹലിൽ 30 വർഷം ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്ത വിഷ്ണുദാസ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ പ്രമേയം. തുഷാർ അംരീഷ് ഗോയൽ സംവിധാനം ചെയ്ത ഈ മൂവി ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 13 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസാണ് ഗേൾ ഫ്രം നോവെയർ ദി റീസെറ്റ്. ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സീരീസായ ഗേൾ ഫ്രം നോവെയർ ദ റീസെറ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് സങ്കൽപ്. സഞ്ജയ് കപൂർ, മുഹമ്മദ് സീഷാൻ അയൂബ്, നീരജ് കബി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രകാശ് ജ സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസാണ് സങ്കൽപ്. ആമസോൺ MX പ്ലേയേഴ്സ് ആണ് ഈ സീരീസിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 11 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് വെബ് സീരീസാണ് കാട്ടാൻ.
എം മണികണ്ഠൻ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനായെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ് കാട്ടാൻ. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 2026 മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസാണ് റിസോർട്ട്. ഒരു ത്രില്ലർ ഡ്രാമ സീരീസായ റിസോർട്ടിൽ പ്രശാന്താണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 13 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.